So, hello guys, welcome back to my YouTube channel KMC അയൻ. അപ്പോൾ ഗീസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കളിക്കാനായിട്ടുന്ന ഗ്രാനിയാണ് ഗീസ്. ഓക്കെ, ഗ്രാനി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസിയാണ് കൊടുക്കുന്നത് കേട്ടോ. പ്രാക്ടീസ് കൊടുക്കണ്ട ഗീസ്, പ്രാക്ടീസ് കൊടുക്കണ്ട, ഈസിയാണ് ഗീസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട് ഗീസ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാനി കളിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്കിത് ജയിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഈ ഗെയിമിൽ 3 തരം എസ്കേപ്പുകളാണ് ഉള്ളത്. മെയിൻ ഡോർ എസ്കേപ്പും ബോട്ട് എസ്കേപ്പും നമ്മുടെ ഹെലികോപ്റ്റർ എസ്കേപ്പും ആണ് ഉള്ളത്. സോ ഗീസ്, അപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് വന്ന ഹെലികോപ്റ്റർ എസ്കേപ്പാട്ടോ ഗീസ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സ്പോണായിരിക്കാണ്. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മൾ ഡേ 1 ആട്ടോ. ഓക്കെ ഗീസ്, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പെട്ടിയുണ്ട്, ക്രോബാർ വേണം ഗീസ് അതിന്. ഓക്കെ ഗീസ്, അപ്പോൾ നമുക്കാണ് ഇവിടെ ഒരു സംഭവത്തിൽ ശബ്ദം ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ ചെന്ന് ഇവിടെ ഒരു ഒരു സംഭവമാണല്ലോ, ഹാൻഡ് വീൽ വേണം ഗീസ്. ഇവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേർ ഇവിടെ CCTV ക്യാമറ കാര്യങ്ങളുണ്ട്. പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ചേക്കാം. ഓക്കെ ഗീസ്, അപ്പോൾ ഗ്രാൻഡ് പോ പോയിട്ടുണ്ട്. ഇനി ഗ്രാനിയും കൂടി പോയാൽ ഗീസ്. ഓക്കെ, ഇവിടെ ഒരു വടിയുടെ പടം കാണുവാണെങ്കിൽ അവിടെ ഗ്രാനി വന്നെന്നാണ് അർത്ഥം. ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗീസ്, അപ്പോൾ ഈ ഗെയിമിൽ ഗ്ലിച്ച് ആയതുകൊണ്ട് വാളിൽ ഇപ്പോൾ ഗ്രാനിയുടെ വടി വരെ തുളഞ്ഞു കാണും ഗീസ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഗ്രാനി വരുവാണെങ്കിൽ തന്നെ നേരത്തെ അറിയാനായിട്ട് പറ്റും. ഇതൊക്കെ ഹെലികോപ്റ്റർ എസ്കേപ്പിന് ഡക്ട് ടേപ്പൊക്കെ വേണം. നമ്മുടെ ഹെലികോപ്റ്റർ എസ്കേപ്പിന് അതൊക്കെ ആവശ്യമുള്ളതാണ്. പിന്നെ ഹെലികോപ്റ്റർ മാനുവൽ നമുക്ക് ആവശ്യമുണ്ട് ഗീസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗീസ് എന്തെങ്കിലും കിട്ടുമോ. പക്ഷെ ഇവിടെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗീസൊക്കെ. നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. എൻ്റെ മോനെ ഹെലികോപ്റ്റർ കീ കിട്ടി ഗീസ്. പെവർ ഗീസ്, ഹെലികോപ്റ്റർ കീ കിട്ടി. പിന്നെ പീസ് ഓഫ് പിക്ചർ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും കൂടി വേണം ഗീസ്, കുറച്ചും കൂടി വേണം. ഓക്കെ, ഇത് വെച്ചൊന്നും തീരുന്നില്ല. ഓക്കെ ഗീസ്, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. ബോട്ട് കീ, ഹെലികോപ്റ്റർ കീയും കിട്ടി, ബോട്ട് കീയും കിട്ടി ഗീസ്. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മളാണ് ഇതും കൂടി ഒന്ന് തുറന്ന് വെച്ചേക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ എന്താ സംഭവം ഒന്നും കൂടി നോക്കട്ടെ. ഇവിടെ ഒരു സംഭവം ഉണ്ട് ഗീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു പിക്ചർ ഗീസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടു വെക്കാം ഗീസ്. ഓക്കെ, ഇതെല്ലാം കൂടിയും നമുക്ക് ഇവിടെ ഇട്ട് വയ്ക്കാം ഗീസ്. ഓക്കെ, എല്ലാം കൂടി ഇവിടെ ഇട്ട് വയ്ക്കാം ഗീസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാട്ടോ ഗീസ്. ഓക്കെ, അപ്പോൾ ഗീസ് ഗ്രാനി ആ ശബ്ദം കേട്ട് വന്നിട്ടോ. സാരമില്ല ഗീസ്. ഓക്കെ, എനിക്ക് അവിടെ നിന്ന് ഒരു ഇത് ഫ്രഞ്ചല്ലല്ലേ ഗീസ്, ഫ്രഞ്ചാന്ന് വിചാരിച്ച് ഗീസ്. ഫ്രഞ്ചല്ലായിരുന്നു, ഒരു ഹെലികോപ്റ്റർ കീ ആയിരുന്നിട്ടാ. ഓക്കെ ഗീസ്, ദൂരെ നിന്നാണ് എനിക്ക് അങ്ങനെയായിരുന്നു തോന്നിയത് ഗീസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തുറന്ന് നോക്കി ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ഗീസ്, നേരത്തെ നമ്മൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഗ്രാനി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ ഗീസ്. ഇവിടെ എനിക്ക് ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗീസ്. ഗ്രാനി ഇപ്പോൾ വരുന്നതിനെക്കാട്ടും മുമ്പ് നമുക്ക് എല്ലാ സംഭവം നോക്കി വെക്കണം ഗീസ്. ഓക്കെ, ഗീസ് ഗ്രാനി വന്ന്. ഓക്കെ ഗീസ്, ഇവിടെ വേറൊരു പിക്ചർ ഗീസ്. ഓക്കെ, അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗീസ് എനിക്ക്. ഓക്കെ ഗീസ്, അപ്പോൾ നമുക്കാണ് ഈ സൈഡിൽ കൂടെ പോവാം. ഓക്കെ ഗീസ്, ഇവിടെയാണ് ഈ ക്രോബാർ. എൻ്റെ മോനെ ഗീസ്, ഈ ക്രോബാർ വെച്ച് എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാം ഗീസ് നിങ്ങൾക്ക്. ഗീസ് ഗ്രാൻഡ് പ ജസ്റ്റ് മിസ് ഇട്ടു. ഗ്രാൻഡ് പ വന്ന് നമ്മുടെ കള്ളാപ്പി ഗീസ്. ഗ്രാൻഡ് പ ഇട്ടു ഗീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് ഗീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡിൽ ഇവിടെ ഗ്രാനി വന്നിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു ഗീസ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് പതുക്കെ പോവാം ഗീസ്. ഇവിടെ ഗ്രാനി വന്നിട്ടുണ്ടോ എന്നും കൂടി അറിയില്ല ഗീസ്. ഓക്കെ, വന്ന് കാണില്ല നമുക്കാണെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാകും, നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തെങ്കിലും ഉണ്ടായാലോ ഗീസ്. അവിടെ ഒരു കട്ടിങ് പ്ലേസ് ആണുള്ളത്. ഓക്കെ ഗീസ്, അപ്പോൾ നമുക്ക് ഈ ഒരു റൂം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂമിൽ എന്തൊക്കെ ഉണ്ടാവും. ഒരു ഹെലികോപ്റ്റർ മാനുവൽ കിട്ടുവാണെങ്കിൽ സ്റ്റൺ ഗണ്ണാണ് ഗീസ് കിട്ടിയത് കേട്ടോ. സ്റ്റൺ ഗൺ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഗീസ് നമ്മളാണ് ഈ സ്റ്റൺ ഗൺ എടുക്കുക കേട്ടോ. സ്റ്റൺ ഗൺ. ഓക്കെ ഗീസ്, അപ്പോൾ സ്റ്റൺ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനി ആദ്യം വരും കേട്ടോ ഗീസ്. ഓക്കെ, നമ്മൾ ആ ക്രോബാർ നിലത്തിട്ട ശബ്ദം കേട്ടുകൊണ്ട് ഗ്രാനി വരാൻ സാധ്യതയുണ്ട് ഗീസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാനി വരുമായിരിക്കും. സോ ഗീസ്, ഇപ്പോൾ നമ്മൾ എടുത്ത് ചാടി ചെന്ന് കഴിഞ്ഞാൽ ഗ്രാനി നമ്മൾ പിടിക്കും. സോ ഗീസ്, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാനി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗീസ്. കണ്ടോ, നമ്മളിവിടെ ക്രോബാർ നിലത്ത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഗ്രാനി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഗ്രാനിയുടെ മൂട്ടക്കെട്ട് ചെല്ലും. നമ്മളപ്പോൾ ചാവാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഗീസ് ഗ്രാനി എന്തായാലും പോട്ടിട്ടു. എൻ്റെ മോനെ ഷൂസൊക്കെ ഇട്ടുകൊണ്ടാണ് ഗീസ് ആൾ വന്നിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ നമുക്ക് പുറകെ നിന്ന് അടിച്ചിടാം ഗീസ്. ഓക്കെ ഗീസ്, അപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട്. നിൽക്കടി അവിടെ, നീ ട്രാപ്പ് എനിക്ക് വേണ്ടി വെക്കുമോ. ഓക്കെ ഗീസ്, കറക്റ്റ് കൊങ്ങകെട്ട് വെച്ചിട്ടാ, അത്ര ഉള്ളു ഗീസ്. കറക്റ്റ് കൊങ്ങകെട്ട് വെച്ച് ഗീസ് ഗ്രാനീനെ 2 മിനിറ്റത്തേക്ക് നമ്മൾ തീർത്ത് വിട്ടിട്ടുണ്ട്. ഇനി ഗ്രാൻഡ് പ വരും ഗീസ്. ഓക്കെ, ഗ്രാൻഡ് പ വരും. ഓക്കെ ഗീസ്, എന്നെ പെണ്ണിനെ തൊടാടാന്ന് പറഞ്ഞ് ഗ്രാൻഡ് പ പോരും കേട്ടോ. ഗ്രാനീനെ എന്ത് ഗീസ് നോക്കിയ ഗ്രാനി ഇപ്പം ഇരിക്കുന്ന ഇരിപ്പൊക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്
നമ്മളെന്തായാലും ഇനി ഗ്രാൻഡ് പേനെയും കൂടി തട്ടാനായിട്ട് പോവാണ്. വരൂ, നിൻ്റെ ഭാര്യനെ ഞാൻ തട്ടിയിരിക്കുകയാണ്. നീ എവിടെയാണ് മോനെ? ഈ പെണ്ണും പിള്ളക്ക് നമുക്കിത് അടച്ചിടാം ഗീസ്. ഓക്കെ, കണ്ട ഈ പെണ്ണിപ്പോൾ മാഞ്ഞു പോവും. ഗ്രാൻഡ് പ എന്താ വരാത്ത? ഗീസ് വന്നിട്ടോ, പറഞ്ഞ് നാവിടത്തില്ല. അപ്പോഴത്തേക്കും ഗ്രാൻഡ് പ വന്നിട്ടുണ്ടായിരുന്നു. ഈ തലക്കെട്ടനെ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. കാരണം സെക്യൂരിറ്റിക്ക് ഗ്രാൻഡ് പട എടുക്കണം കേട്ടോ. സെക്യൂരിറ്റിക്ക് ഗ്രാൻഡ് പട കഴുത്തിലുണ്ട്, അപ്പോൾ നമുക്ക് എടുക്കണം. പിന്നെയാണ് ഈ ഗ്രാനി വെച്ച കെണി, ഒരു കെണി ഉണ്ടായിരുന്നു. അതിൽ ഗ്രാൻഡ് പേയാണ് വീണത് ഇട്ടു. കണ്ടു, ഗ്രാൻഡ് പേയാണ് വീണത്. നമുക്കാണ് സെക്യൂരിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെക്യൂരിറ്റിക്ക് വെച്ചതൊന്ന് തുറന്ന് വെച്ചേക്കാം. നമുക്കിത് വളരെ ആവശ്യമാണ് ഹെലികോപ്റ്റർ എസ്കേപ്പിനായിട്ട്. നമുക്ക് ഇതുവരെയായിട്ടും ഡോർ ഹാൻഡിൽ ഇട്ടിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ആവശ്യമുണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഡോർ ഹാൻഡിൽ എടുത്ത് നേരെ താഴത്തോട്ടേക്ക് പോകാം ഓക്കെ. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ മാനുവൽ ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ എന്തെങ്കിലും കിട്ടിയാലോ ഓക്കെ. അപ്പോൾ നമ്മളിവിടെയൊക്കെ നോക്കുവാണ് ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ ഓക്കെ. അപ്പോൾ ഹെലികോപ്റ്റർ മാനുവലൊക്കെ എവിടെ കയറ്റി വെച്ചേക്കാണ് അതേ കിട്ടി ഓക്കെ. അങ്ങനെ ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യുന്നൊരു മാനുവൽ കിട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇത് നേരെ താഴെ കേട്ടോ വെക്കേണ്ടത്. കണ്ട് ഇവിടെയാണ് ഇത് വെക്കേണ്ടത്, ഡോർ ഹാൻഡിൽ ഓക്കെ. ഇത് ഹാൻഡിൽ വീലാണ് ഇത് ഡോർ ഹാൻഡിലല്ല. നമുക്ക് ഡോർ എസ്കേപ്പിനാണല്ലേ ഡോർ ഹാൻഡിൽ വേണ്ടത് ഓക്കെ. ഇവിടെയാണ് അത് വേണ്ടത്. കണ്ടോ, ഇത് ഇവിടെയാണ് വേണ്ടത്. ഇവിടെ ആ ഡോറിൻ്റെ ഹാൻഡിൽ ഉണ്ടായിരുന്നില്ല. കണ്ട ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു സംഭവങ്ങളൊക്കെ വേണം. പക്ഷെ നമ്മളിപ്പോൾ എസ്കേപ്പ് അല്ലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ. അപ്പോൾ നമുക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇനി കുറച്ച് ഐറ്റംസും കൂടി വേണം അപ്പോൾ നമുക്കാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ദേ ഗ്രാനി ആ ഒരു മൂലയിലായിട്ട് സ്പോണായി വന്നേ നമുക്കാണെങ്കിൽ സൈഡ് വഴി പോകാട്ടോ ഓക്കെ. നൈസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെയാണ് നമുക്ക് റെഞ്ച് വെച്ച് ആ സംഭവം തുറക്കാനായിട്ടുണ്ട് കേട്ടോ അത് തുറന്ന് വയ്ക്കാം ദേ ഗ്രാനി അവിടെ ഉണ്ട് ഓക്കെ. ഗ്രാനി നമ്മൾ കണ്ടു. ഗ്രാനി നമ്മൾ കണ്ട് ഗ്രാനീനെ അങ്ങനെ വെട്ടിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ ഓക്കെ. അപ്പോൾ ദേ ഗ്രാനീനെ വെട്ടിച്ച് മൈ ഗോഡ് ഗ്രാനിക്ക് ബുദ്ധിയുണ്ട് ഗ്രാനിക്ക് ബുദ്ധിയുണ്ട്. എന്നെ അടിച്ചിട്ട് ഞാൻ വിചാരിച്ചത് ഗ്രാനി നമ്മൾ പിടിക്കില്ലായിരുന്നു എന്നാണ് നമ്മളെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഡേ 2 ആയിട്ടുണ്ട് എസ്കേപ്പ് ആകാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ. ഇപ്പോൾ ഹെലികോപ്റ്റർ മാനുവൽ കിട്ടി, ഹെലികോപ്റ്റർ കീയും കിട്ടി. നമുക്ക് വേണ്ടത് എന്തൊക്കെ ഐറ്റംസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെപ്പൺ കീ വേണം വെപ്പൺ കീ ഓക്കെ. അപ്പോൾ ഷോട്ട് ഗണ്ണ് ഡബിൾ ബാരലുണ്ട് ഇവിടെ. നമുക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഒരു ക്രോബാർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ. അപ്പോൾ നമുക്കതൊന്ന് എടുക്കണം അത് ഫൈൻഡ് ചെയ്തെടുക്കണം. അതെവിടെയാണെന്ന് എനിക്കറിയാം അപ്പോൾ നമുക്കാണെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോവാം ഓക്കെ. ഗ്രാനി ഇപ്പോൾ സ്പോണായി കാണും ഓക്കെ. ആ റൂം എവിടെയായിരുന്നു? അയ്യോ ദേ വീണ്ടും അടിച്ചിട്ട് ഈ പെണ്ണുമ്പോൾ ഇവിടെ നിന്ന് പോയില്ല ഓക്കെ. എന്നെ വീണ്ടും അടിച്ചിട്ടാ ഓക്കെ. അടുപ്പിച്ചാണ് അടിച്ചിട്ട് ഞാൻ ഇപ്പോൾ സ്പോണായി വന്നല്ലേ ഉള്ളൂ ഡേ 3 അടിച്ചിട്ടുണ്ട്. ഡേ 3 നമ്മളാണെങ്കിൽ എൻ്റെ തലച്ചോറിൽ ഒരു ബുദ്ധി, എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ട്. ഐഡിയ പ്രമാണിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരുന്നു ചെയ്തത് ആദ്യം ചെയ്തതുപോലെ തന്നെ ശബ്ദം ഉണ്ടാക്കി ആ പെണ്ണുമ്പിള്ളേനെ അവിടെ വരുത്താം ഓക്കെ. ആദ്യം ഗ്രാൻഡ് പാളെ വരുള്ളൂ. എന്താണ് അവിടെ? ഞാൻ ആദ്യം ചെന്ന് നോക്കും എന്നും പറഞ്ഞ് ഗ്രാൻഡ് പാ ആദ്യം ചെല്ലും ഞാൻ ബെറ്റ് വയ്ക്കുന്നു ഗ്രാൻഡ് പാ അവിടെ ചെല്ലുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാട്ടോ ഓക്കെ. ഗ്രാനി ചെല്ലുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നമുക്ക് നോക്കാം ആരാണ് അവിടെ ആദ്യം എത്തുക എന്ന് കണ്ട് ഗ്രാൻഡ് പാ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ. അപ്പോൾ ഗ്രാനിയും കൂടി രണ്ടാമത് എത്തിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് പോകാം, ഗ്രാനി അവിടെ എത്തിയിട്ട് പോകാട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറകെ നിന്ന് വന്നടിക്കും ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി ക്രോബാറാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോബാർ മേളിലാണ് ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും മുകളിലേക്ക് വന്നിട്ടുണ്ട്. റൂം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലാണ് ഓക്കെ. ഇതാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് റൂം അറിയില്ല ഓക്കെ. അപ്പോൾ ഇത് എനിക്കാണ് ഈ ക്രോബാർ കിട്ടിയിട്ടുണ്ട് ഓക്കെ. അപ്പോൾ ക്രോബാറുമായിട്ട് നമ്മൾ നേരെ താഴത്തോട്ടേക്ക് പോവാം. താഴത്തോട്ടേക്ക് വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നേരെ ഇനിയും താഴത്തോട്ടേക്ക് പോകണം ഓക്കെ. അപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ് പേയും ഇപ്പോൾ അതേ ഇറങ്ങി വരുന്നുണ്ടായിരുന്നുള്ളൂ അവരാണ് ഞാനിപ്പോൾ പിടിക്കുക ഒന്നും അറിയില്ല ഇപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ് പേ ആ ഒരു സൈഡിൽ കൂടെ വരുമായിരുന്നു. മൈ ഗോഡ് രണ്ടുപേരും ഒരുമിച്ചാട്ടോ വരുന്നത്. മൈ ഗോഡ് എന്നെ അടിച്ചിട്ട് വീണ്ടും ഇത് രണ്ട് സൈഡിൽ കൂടെ വന്ന് എന്നെ നടുക്ക് പെടുത്തി കളഞ്ഞ് നമുക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല.
ബർത്ത്ഡേ ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ 2 ദിവസമുള്ളൂ ഗീസൊക്കെ. എങ്ങനെയും രക്ഷപ്പെടണം. നമുക്ക് ക്രോബാർ വെച്ചാൽ താഴെ എന്താ നോക്കണം ഗീസ്. വെപ്പണിക്ക് അവനാണ് ഗീസ് സാധ്യത. നമ്മുടെ സ്ക്രീൻ നിറച്ചും ചോരയായിട്ടുണ്ട് ഗീസൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഓടിച്ചെന്ന് വീണ്ടും ശബ്ദം ഉണ്ടാക്കി വെക്കാം ഗീസൊക്കെ. ശബ്ദം ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാം ഗീസൊക്കെ. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കുക ഗീസ്. ഒന്ന് ലൈക്ക് ചെയ്യുക ഗീസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 6K സബ്ബാണ് ഗീസ്. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ അവസാനത്തെ ഗ്രാൻഡ് അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട്. പക്ഷേ ഗ്രാനി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഗ്രാനി ഗീസ് കെണി വെച്ചണം ഗീസ്. കെണി ഓ മൈ ഗോഡ് ഗീസ്, എന്നെ കെണി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രാനിയും കൂടി. ഓ മൈ ഗോഡ് ഗീസ്, ഞാൻ മുകളിലോട്ടേക്ക് ചെല്ലാനായിട്ട് നോക്കിയതാണ്. എന്നെ അടിച്ചിട്ട് ഒരു കെണിയിലൂടെ പിടിച്ചു വെച്ചു ഗീസ്. എന്നാലും സാരമില്ല, നമുക്കാണെങ്കിൽ ഇപ്പം നേരെ ചെല്ലാൻ ഗീസൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റൺ ഗണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ സ്റ്റൺ ഗണ്ണ് കയ്യെ പിടിച്ച് വയ്ക്കാം ഗീസ്, അവന്മാറിനെ തീർക്കാനായിട്ടേ ഗീസൊക്കെ. അപ്പോൾ സ്റ്റൺ ഗണ്ണിൻ്റെ ആമോയും എല്ലാം സെറ്റാക്കി വയ്ക്കാം. എന്നാൽ അവന്മാറിനെ 2 പേരും തീർക്കണം ഗീസൊക്കെ. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് ഗീസ്. നമ്മൾ ചത്തത് ഇവിടെയായിട്ടാണ്. ഓക്കെ ഗീസ്, അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് അവരെ തീർക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഗ്രാനി അവിടെ ഒരു കെണിയും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രാനീനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് വരും. ചാവുള്ള ഗീസ് ചത്തിട്ടുണ്ട് ഗ്രാനി. ഇപ്പോൾ ഗ്രാൻഡ് വരും കേട്ടോ. ഗ്രാൻഡ് വരും. സോ ഗീസ്, എൻ്റെ പെണ്ണിനെ തൊടാടാന്ന് പറഞ്ഞ് ഗ്രാൻഡ് വരും കേട്ടോ. സോ ഗൈസ്, അപ്പോൾ അതേ ഗ്രാൻഡ് വന്നിട്ടുണ്ട്. ഗ്രാൻഡ് മൊട്ട തലക്കെട്ട് അടിക്കാൻ പറ്റുമോ നോക്കാം ഗീസ്. അങ്ങനെ ഇതേ ഗ്രാൻഡ് മൊട്ട തലക്കെട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഗീസൊക്കെ. അപ്പോൾ അതേ ആ സംഭവം കൂടി നമുക്കാണെങ്കിൽ ബുള്ളറ്റും കൂടി എടുത്ത് വയ്ക്കാം. ഈ ചങ്ങായിക്ക് നേരെ വീഴാല്ലേ, ഒന്ന് വളഞ്ഞ് വീണാലെന്താ ഗീസൊക്കെ. അപ്പോൾ നമുക്കാണെങ്കിൽ നേരെ സ്റ്റൺ ഗണ്ണ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഗീസ്, എന്നിട്ട് ഇത് പറന്നൊക്കെ പോകണം ഗീസ്. എന്നിട്ട് ക്രോബാർ എടുത്ത് നമുക്ക് താഴെ ചെന്ന് ആ ബോക്സും കൂടി ഒന്ന് തുറന്ന് നോക്കാം ഗീസൊക്കെ. അപ്പോൾ ഇവിടെ കെണിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കെണിയിലൊന്നും വീണില്ല ഗീസ്. എന്താണ് ഗീസ്, ടാക്ടിക്സ് മൂവ്മെൻറ്റില്ലേ. ഓക്കെ ഗീസ്, അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊന്ന് ചെന്ന് നോക്കാം. എവിടെയായിരുന്നു ആ ബോക്സ് ഗീസൊക്കെ. ഇവിടെയാണ്. ഓക്കെ, അവിടെ എന്തെങ്കിലും ഒരു നല്ല സംഭവങ്ങൾ ഉണ്ടാവണേ ഈ സ്പാർക്ക് പ്ലഗ് ഗീസ്. നമുക്കിത് ആവശ്യമില്ലാത്ത സംഭവങ്ങളാണല്ലോ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇവിടെ കഷ്ടപ്പെട്ടത് ഗീസ്. നമുക്കിത് വേസ്റ്റാണ് കേട്ടോ. വേസ്റ്റാണ് ഈ പരിപാടികളൊക്കെ. നമുക്കാണെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ അതെ എന്തായാലും സ്റ്റൺ ഗണ്ണ് കയ്യെ പിടിച്ച് വെക്കാം കേട്ടോ. സ്റ്റൺ ഗണ്ണ് മുഖ്യം പിക്കില്ലേ എന്നാണ്. ഓക്കെ, ഇത് നമുക്കൊരു ഫ്രഞ്ച് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗീസ്, അപ്പോൾ നമുക്ക് ആ ഫ്രഞ്ചൊക്കെ വെച്ച് കുറച്ച് പരിപാടിയുണ്ട്. ഓ ഗീസ്, എനിക്കിപ്പോഴാണ് ഗീസ് ഓർമ്മ വന്നത്. നമുക്കാണെങ്കിൽ മേളിൽ സെക്യൂരിറ്റി കീ വെച്ച് നമ്മളൊരു സംഭവം അൺലോക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആവശ്യമുണ്ട് ഗീസൊക്കെ. ഓക്കെ ഗീസ്, അപ്പോൾ നമുക്കാണ് നേരെ ഞാൻ അങ്ങോട്ടേക്ക് പോവാം, മേളിലോട്ടേക്ക് പോവാം ഗീസൊക്കെ. ഓക്കെ ഗീസ്, അപ്പോൾ നമുക്കാണെങ്കിൽ നേരെ ഇനി ഇവിടെ ചെന്ന് നോക്കാം ഗീസ്. കുറച്ച് പരിപാടിയുണ്ട്. സെക്യൂരിറ്റി റൂമിൽ ചെല്ലാം. ഓക്കെ ഗീസ്, അങ്ങനെ സെക്യൂരിറ്റി റൂമിൽ ചെന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഏണി കയറാം ഗീസ്. ഓക്കെ, അങ്ങനെ നമ്മൾ മുകളിലോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ ഗീസ്, അപ്പോൾ മുകളിൽ എന്താണ് സംഭവങ്ങൾ നമുക്കെല്ലാം കൂടി ഒന്ന് നോക്കണം ഗീസ്. ഓക്കെ ഗീസ്, അപ്പോൾ ദേ ഇവിടെ ഒരു വെൻ്റ് പോലത്തെ സംഭവമുണ്ട്. ഓക്കെ ഗീസ്, ഇവിടെ ഒരു വേറെ ഡോറുണ്ട് കണ്ടോ. ഈ ഡോറ് പുറത്തുനിന്ന് കണ്ട് തുറന്ന് വെച്ചേക്കാണ് ഗീസ്. ഒരു ഹാൻഡ് വീല് കിട്ടിയിട്ടുണ്ട്. ഹാൻഡ് വീല് നമുക്ക് താഴെ യൂസ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഗീസ്. ഓക്കെ, അപ്പോൾ അതേ നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണം ഗീസ്. ഓക്കെ, ഷൂട്ട് ചെയ്യണം. ഓക്കെ ഗീസ്, അതേ നമ്മളാണ് ഷൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് തുറന്നിട്ടുണ്ട് ഗീസ്. നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്യണേലൊക്കെ പുലിയായിരുന്നു ഗീസ്, നിങ്ങൾക്കതറിയാമോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതേ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിരിക്കുന്നത് ഗീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഓക്കെ ഗീസ്, അല്ലാതെ ഇവരിങ്ങനെ വയ്ക്കില്ല. കട്ടിങ് പ്ലേസും ആണ് ഗീസ്. കട്ടിങ് പ്ലേസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, താഴെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം എനിക്ക് ഇപ്പോഴാണ് ഗീസ് മനസ്സിലാവുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗീസ്. ഇവിടെയാണ് ഈ വെപ്പൺ കീ. എൻ്റെ മോനെ വെപ്പൺ കീ കിട്ടി ഗീസ്. വെപ്പൺ കിട്ടി. ഇനിയാണ് ഗീസ് എല്ലാം പരിപാടികളും. ഇനിയാണ് ഗീസ് എല്ലാം കളി നടക്കുന്നത് ഗീസ്. ഓക്കെ ഗീസ്, അപ്പോൾ എന്തായാലും നമുക്കാണ് നേരെ താഴത്തോട്ടേക്ക് ചെല്ലാം. വെപ്പൺ കീ നമ്മുടെ കയ്യിലുണ്ട്. സോ ഗീസ്, അപ്പോൾ നേരെ നമുക്കാണെങ്കിൽ വെപ്പൺ കീ തുറക്കാനായിട്ട് പോകാം ഗീസ്. പക്ഷേ ഇത് ഗ്രാനി ഇവിടെയുണ്ട് ഗീസ്. ഗ്രാനി അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഗീസ്. ഓക്കെ, എന്നാലും ഗ്രാനി ഇവിടെ ഉണ്ട് ഗീസ്. നമുക്ക് നൈസായിട്ട് ഇവിടെ ഒളിച്ചിക്കാം. ഓക്കെ ഗീസ്, അപ്പോൾ ഗ്രാനി പോയി കാണും. ഓക്കെ, സോ ഗീസ്, അപ്പോൾ അതേ ഗ്രാനി പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗീസൊക്കെ. അപ്പോൾ ഓ മൈ ഗോഡ് ഗീസ്, ഗ്രാനി വന്നു ഗീസ്. ഗ്രാനി വന്നു. ഗ്രാൻഡ് പേയും വന്നു ഗീസ്. ഇവർക്കൊന്നും വേറെ പണിയില്ല ഗീസ്. ഓ മൈ ഗോഡ് ഗീസ്, 2 പേരും ഒരുമിച്ച് അടിച്ചിട്ട്. ഓ മൈ ഗോഡ് ഗീസ്, എല്ലാ സംഭവങ്ങളും കിട്ടിയതായിരുന്നു. ഇനി ഇത് അവസാനത്തെ ദിവസമാണ് ഗീസ്. നമുക്കിനി ഞാൻ ഉദ്ദേശിക്കുന്ന പരിപാടി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും.
ഇനി നമുക്കാണെങ്കിൽ നേരെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വീട്ടിലോട് ചെന്ന് നമ്മുടെ ചൺകണ്ണ് എടുത്തിട്ട് ഇവന്മാറിനെ തീർക്കാം. എന്നിട്ട് കുറച്ച് സമയം കൊണ്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. എന്നിട്ട് ചെയ്തിട്ട് വീണ്ടും ചൺകണ്ണ് എടുത്ത് ഇവരെ തീർത്തിട്ട് ബാക്കി എല്ലാ സംഭവങ്ങളും നോക്കിയാൽ ഗീസ്. അല്ലെങ്കിൽ ഇവരിടയിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും ഗീസൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. സോ ഗൈസ്, അപ്പോൾ എനിക്ക് എല്ലാ ഹെലികോപ്റ്റർ എസ്കേപ്പിന് എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ എല്ലാ സംഭവങ്ങളും അവരുടെ സ്ഥലത്തായിട്ട് ചെന്ന് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഗ്രാൻഡ് പി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഗ്രാനിയും കൂടി വന്നാൽ മതി ആവും. ഓക്കെ, ഗ്രാനി വരൂ ഗീസ്, ഗ്രാനി വരുന്നുണ്ട് ഗീസ്. സോ ഗൈസ്, അപ്പോൾ അതേ നമുക്കാണെങ്കിൽ നേരെ അവിടെ ചെന്ന് നമ്മുടെ സ്റ്റൺ ഗണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം ഗീസ്. ഇനിയാണ് നമ്മുടെ കളികളൊക്കെ. ഇവിടെയാണെന്ന ഗീസ് നമ്മൾ ചത്തത്. വെപ്പണിക്ക് എവിടെയായിരുന്നു ഗീസ് യൂസ് ചെയ്യേണ്ടത് ഗീസ്? അതിൻ്റെ സ്ഥലം എവിടെയായിരുന്നു ഗീസ്? ഞാൻ മറന്നും കൂടി പോയിട്ടു. സോ അതിൻ്റെ സ്ഥലമൊക്കെ ഞാൻ മറന്നുപോയി. ഇതെവിടെയായിരുന്നു ഗീസ്? എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാട്ടോ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, സോ എന്നാലും എവിടെയായിരുന്നു ആ വെപ്പണിക്ക് യൂസ് ചെയ്യേണ്ടത് സ്ഥലം ഗീസ്? ഗീസ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ ഗീസ് എവിടെയാണ് ഗീസ്. ഡബിൾ ബാരൽ ഗണ്ണ് കിട്ടുന്ന സ്ഥലമാണ് ഗീസ് അത്. ഓ ഗീസ്, അത് ഗീസ് എടാ ഇവൻ ഗീസ് എന്നെ കൊന്നു ഗീസ്. ഓക്കെ, അയ്യോ ഗീസ്, നമ്മൾ ചത്തി ചങ്ങായി ഇപ്പോഴും വന്ന ഗീസ്. ഓക്കെ ഗീസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതേ ഗ്രാൻഡ് പതേ അവിടെ ഗ്രാൻഡ് ലുക്കോ ഗീസ്. ഓ മൈ ഗോഡ് ഗീസ്, എന്നെ അവിടെ നിർത്തി കൊന്നിട്ടുണ്ട്. ഓക്കെ ഗീസ്, എന്നെ താഴത്തോട്ടേക്ക് ഇടാനാണ് ഗ്രാനി പറയുന്നത്. ഗ്രാൻഡ് പോയിക്കുന്നു, മോളെ ഞാൻ ഇടട്ടെ എന്നാൽ ഇടുന്നു പറഞ്ഞ് ഗ്രാൻഡ് നേരെ നിലത്തോട്ട് 2 അടി അടിച്ചിരിക്കുന്നു. ഓ ഗീസ്, ഗെയിം ഓവർ. ഓക്കെ ഗീസ്, അപ്പോൾ എന്തായാലും പാർട്ട് 2 നമ്മൾ ഉറപ്പായിട്ടും വന്നിരിക്കും. നമുക്ക് എസ്കേപ്പ് ആവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല ഗീസ്, നല്ലോണം കളിച്ചപ്പോൾ. ബൈ.